ഹലോ, ഇതാ നമ്മളിന്ന് നാട്ടിൽ പോവുകയാണ്. പൂർണ്ണ എക്സ്പ്രസ്സിൽ സെക്കൻഡ് AC-യിലാണ് നമ്മളുടെ യാത്ര. 22 hours കേട്ടോ നമ്മളുടെ ട്രാവലിംഗ് ടൈം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നർ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ട് ഇവിടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് കോഴിക്കോട്ടെ ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് ഇതാ ഓരോരുത്തരായിട്ട് ഉറങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഉറങ്ങാൻ പോവാണ്. വെൽക്കം ടു സിംഗിൾ ഫാമിലി. ഇനി നമ്മൾക്ക് സെക്കൻഡ് AC ക്യാബിനിൽ എങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. തന്നിട്ടുള്ളതിൽ വെച്ച് ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ അപ്പർ ബർത്തിൻ്റെ താഴെയുള്ള മെറ്റൽ ബാറിന് ഒരു സൈഡിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ അപ്പർ ബർത്തിൻ്റെ ഫുഡ് എൻഡിലുള്ള മെറ്റൽ ബാറിലും നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ക്ലോത്ത് ക്ലിപ്സാണ്. ഇതിൻ്റെ മുകളിലും താഴെ 2 ക്ലിപ്സ് ഇട്ടിട്ടുണ്ട്. കർട്ടൻ മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ ബർത്ത് കംപ്ലീറ്റ്ലി കവേർഡാണ്. കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് സ്പേസ് എനിക്ക് ആവശ്യമാണ്. ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും അതുപോലെ ലേഡീസിനുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി കിട്ടും. ഞങ്ങളുടെ സ്ലീപ്പിംഗ് ടൈമായി. ഇനി നാളെ കാണാം. What's the time now? 8:30. Good girl, 8:34. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. ചപ്പാത്തിയും ടൊമാറ്റോ ചട്നി. അങ്ങനെ നമ്മളിതാ കാപ്പിയോടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് റോക്ക് വാൾ പ്രൊട്ടക്ഷൻ സേഫ്റ്റി നെറ്റാണ് കേട്ടോ. മണ്ണും കല്ലുമൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. കൊങ്കൺ റൂട്ടിലെ യാത്ര ഒരു ട്രെയിൻ യാത്ര മാത്രമല്ല, അത് മനസ്സ് നിറയ്ക്കുന്നൊരു അനുഭവം കൂടിയാണ്. ഈ കൊങ്കൺ റൂട്ടിൽ 91 തുരങ്കങ്ങളും 2000-ലധികം പാലങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ കാണാം കേട്ടോ. പച്ചപ്പിൻ്റെ നിറവിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ കൊങ്കൺ റൂട്ട് യാത്ര. വാട്ടർഫോൾ തോന്നിയിട്ടില്ലേ? കാണാൻ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഇരട്ടപ്പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ട കുട്ടികളുണ്ടാകുമെന്ന് ഞാൻ കേൾക്കുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്ത് രസമുണ്ട്.
और एक स्पून भी दे दो जी। ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദൂദ്സാഗർ വാട്ടർഫോൾ ആണ്. ഗോവ കർണാടക അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ദൂദ്സാഗർ. വെള്ളച്ചാട്ടം മുകളിലൂടെ താഴേക്ക് പതിക്കുമ്പോൾ പാല് നിറം പോലെ വെള്ളം പുകയുന്നതായി തോന്നും. അതിനാലാണ് ഇതിന് പാലിൻ്റെ സമുദ്രം എന്ന പേര് ലഭിച്ചത്. മലകളുടെ മുകളിലൂടെ പാല് പോലെ പതിക്കുന്ന വെള്ളത്തിൻ്റെ അത്ഭുതമാണ് ദൂദ്സാഗർ. ഈ ദൂദ്സാഗറിന് ഒരു കഥയുണ്ട്. പുരാണപ്രകാരം ഗോവയിലെ പച്ചപ്പുള്ള മലഞ്ചെരുവുകളിൽ ഒരു രാജകുമാരി താമസിച്ചിരുന്നു. അവൾക്ക് വെളുത്ത നിറമുള്ള ദൂത് വളരെ പ്രിയമായിരുന്നു. ഓരോ ദിവസവും അവൾ തൻ്റെ അരമനയിലെ തോട്ടത്തിൽ ഇരുന്ന് വെളുത്ത പാൽ കുടിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അവിടെ വന്ന ഒരു രാജകുമാരൻ അവളെ കണ്ടു. രാജകുമാരിയെ അനായാസം കാണാതിരിക്കാൻ പാൽ നിറച്ച ഒരു കലശം അവൾ മലഞ്ചെരുവിൽ ഒഴിച്ചു. പാൽ മലകളിലൂടെ ഒഴുകി വലിയ വെള്ളച്ചാട്ടമായി രൂപം കൊണ്ടുവന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം പാല് പോലെ വെളുത്ത നിറത്തിൽ പതിക്കുന്നതിനാൽ ഇതിന് പാലിൻ്റെ സമുദ്രം എന്ന പേരായി അറിയപ്പെടുന്നു. നമ്മൾ പോകുന്നത് വെക്കേഷൻ ടൈം അല്ലാത്തത് കൊണ്ട് ക്ലാസ് മിസ്സായാലും പോർഷൻസ് മിസ്സാകാണ്ടിരിക്കാൻ വേണ്ടി കുറേ ടെക്സ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. കൊടുക്കാർക്ക് ഇഷ്ടമല്ല കൊടുക്കും. മുംബൈ മുതൽ മാംഗ്ലൂർ വരെയുള്ള കടൽത്തീരവും മലനിരകളും കടന്നു പോകുന്ന മനോഹരമായ ട്രെയിൻ യാത്രയാണ് കൊങ്കൺ റൂട്ട്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ റെയിൽവേ പാതകളിൽ ഒന്നാണിത്. യാത്രക്കാരുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്ന പാതയാണ് ഈ കൊങ്കൺ റൂട്ട്. ഇത് ഞാനിവിടെ ഒരു സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുകയാണ്. പിന്നെ ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്ത സ്വിഗ്ഗിയിൽ നിന്നാണ്. നോർത്ത് സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ആ നോർത്ത് ടേസ്റ്റിലുള്ളൊരു ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ഓംലെറ്റ് ഒക്കെ ഇതാ കരിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ബട്ടർ നാൻ, ആലു പൊറോട്ട, രാജ്മ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്തത്. पुणे को वरतला चक्की ओके ഇവർക്ക് ഹാഫ് ആൻ അവർ മൊബൈൽ ടൈം സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. അവരവരുടെ മൊബൈൽ ടൈം ഇതാ എൻജോയ് ചെയ്യുകയാണ്. വെച്ചിതാ ഉറങ്ങി. ഞാനും കുറച്ച് നേരം ഉറങ്ങിയിട്ട് വരാം.
പീക്കോക്കണ് കണ്ട്, അമ്മേനെ കണ്ട്, സ്റ്റാച്ചുവിനെ അമ്മ പീക്കോക്കനെ കണ്ട്. എല്ലാവരും ഒരു മയക്കമൊക്കെ കഴിഞ്ഞ് ഇതാ എണീറ്റ് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുക കേട്ടോ. വൈകുന്നേരമായിട്ടുണ്ട്. Ini saban. Ini saban. Iya dulu. അങ്ങനെ ഞങ്ങൾ വടാപ്പാവ് മേടിച്ചു. വേറൊന്നല്ല കേട്ടോ, പൊട്ടറ്റോ ബോൾസ് ആണ്. അത് നമ്മൾ ബണ്ണിനകത്ത് വെച്ച് കഴിക്കുന്നതിനാണ് വടാപ്പാവ് എന്ന് പറയുന്നത്. കഴിച്ചോട്ട് ചപ്പാത്തി കഴിച്ചില്ല, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നുണ്ട്. എന്നുവെച്ചാ സമയം സന്ധ്യയാകാറായിരിക്കുന്നു. ഇതായി ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഡിന്നർ നമ്മൾ ഓർഡർ ചെയ്തത് സ്വിഗ്ഗിയിൽ നിന്നാണ്. വെജിറ്റബിൾ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ പോപ്കോൺസ് ആണ് മേടിച്ചത്. നല്ല ചൂടായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ട്രെയിനിൽ നിന്ന് ഓർഡർ ചെയ്താലും. तेरे पापा मेरे को डॉक्टर रखा है, तेरी मम्मी मेरी टीचर तेरी मेरी बहन डांसर तेरी कुत्ता मेरी कुत्ता बो बो बो, तेरी बिल्ली मेरी बिल्ली म्या म्या म्या, तेरी चूहा मेरी चूहा चू. നമ്മളെ ട്രെയിൻ ലേറ്റാണ് കേട്ടോ. കോഴിക്കോട് എത്തുമ്പോൾ രാത്രി 11:30 കഴിയും. ചുരത്തിലൂടെയുള്ള നൈറ്റ് ഡ്രൈവ് വേണ്ട എന്ന് തീരുമാനിച്ചു. ഞങ്ങളിതാ കണ്ണൂർ ഇറങ്ങുകയാണ്. അങ്ങനെ ഈ മുത്തപ്പനെ കണ്ടിട്ട് നാളെ വീട്ടിൽ പോകാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ കണ്ണൂരിലിറങ്ങി മുത്തപ്പനെ കാണാൻ പോവുകയാണ്. ഇനി നമുക്ക് മുത്തപ്പൻ കാവിൽ വെച്ച് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.